നമസ്കാരം. മാടായിപ്പാറ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള സംഘടനയ്ക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണെന്നാണ് പറയുന്നത്. വടക്കൻ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പല രീതിയിലുള്ള പരിപാടികളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. 2004 ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പഴയ ഒരു ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ആ ബന്ധം അന്നു മുതലേ ഉണ്ട് എന്ന സൂചനയാണ് അതിലൂടെ മനസ്സിലാകുന്നത്. ഇതിപ്പോൾ ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ അലയൻസ് കാസ അവർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ അത് ഒന്ന് പ്രേക്ഷകരെ അറിയിക്കണം എന്ന് തോന്നിയത്. മാടായിപ്പാറയിലെ ജമാഅത്തെ ഇസ്ലാമി പ്രതിഷേധം ഒരു മുന്നറിയിപ്പാണ്. ഇതുവരെ രാഷ്ട്രീയ സംഘടനകളുടെ പരിപാടികളും പ്രതിഷേധങ്ങളും കടന്നു ചെന്നിട്ടില്ലാത്ത 600ഓളം ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ദേവസ്വം ഭൂമിയാണ് ഈ മാടായിപ്പാറ. തദ്ദേശീയരും പുറമെന്നുള്ളവരും വൈകുന്നേരങ്ങളിൽ ശാന്തമായി സന്തോഷത്തോടെ ചിലവഴിക്കാൻ ജനങ്ങൾ വർഷങ്ങളായി എത്തിച്ചേരുന്ന മനോഹരമായ ഇടമാണ്. അവിടേക്ക് മറ്റൊരു രാജ്യത്തെ ഭീകരവാദികൾക്ക് വേണ്ടി അവരെ പിന്തുണയ്ക്കുന്ന ഈ രാജ്യത്തെ ഒരു കൂട്ടം മതമൗലികവാദികൾ പ്രകടനമായി തിരുവോണ ദിവസം സന്തോഷത്തോടെ സമാധാനപരമായി സമയം ചെലവഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇടയിലേക്ക് കടന്നെത്തിയത് യാദൃച്ഛികമായി പൊതുസമൂഹം കാണരുത്. തിരുവോണ ദിവസമാണ് ഈ പരിപാടി ഉണ്ടായത്. ഇതിന്റെ റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഭാരതത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് ചൈനയിൽ ഉയ്ഗർ മുസ്ലിങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും അതിനെതിരെ വാമൂടിക്കെട്ടി പോലും ഒന്ന് പ്രതിഷേധിക്കാത്തവർ അങ്ങകലെ ഫലസ്തീനിലെ ഇസ്ലാമിക ഭീകരവാദികൾക്ക്, അതായത് ഹമാസ് ഭീകരവാദികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് കിതാബിൽ എഴുതി വച്ചിരിക്കുന്ന ജൂത ക്രൈസ്തവ വിരോധം അതുകൊണ്ട് മാത്രമാണ്. ഫലസ്തീന്റെ പേരിൽ തിരുവോണ ദിവസം എന്നല്ല, ഏത് ദിവസം വേണമെങ്കിലും തെരുവുകളിലൂടെ ഇക്കൂട്ടർക്ക് പ്രതിഷേധം നടത്താം. പൊതുജനത്തിന്റെ സഞ്ചരിക്കാനുള്ള അവകാശത്തെ തടഞ്ഞുകൊണ്ട് അത് പലതവണ നടത്തിയിട്ടുണ്ട്. എന്നാൽ തിരുവോണ ദിവസം തന്നെ അതിനെ തെരഞ്ഞെടുത്തത് റോഡിലൂടെ നടത്താതെ ദേവസ്വം ഭൂമിയിലേക്ക് ഈ പ്രതിഷേധം നടത്തിയത്. അത് ആവശ്യമില്ലാത്ത മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഒക്കെ തന്നെ ഹൈന്ദവികതയ്ക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സ്ത്രീകളടക്കമുള്ള ആളുകൾ എത്തി പ്രതിഷേധിച്ചത് അത് ഒരു ചെറിയ കാര്യമായി കാണാനാകില്ല എന്നാണ് കാസ പറയുന്നത്. ഇതേ ദേവസ്വം ഭൂമിയിൽ തന്നെ കയ്യേറ്റ കേസുകളും സ്ഥാപന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിലനിർത്തുന്നതും അത്തരക്കാരെ പിന്തുണയ്ക്കുന്നതുമായ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഈ പ്രകടനം നടത്തിയത് എന്നുള്ളത് ഫലസ്തീൻ മാത്രമല്ല, തങ്ങൾ കൈയടക്കുന്ന ഏത് ഭൂമിയിലേക്കും തങ്ങൾ കടന്നു കയറും എന്നുള്ള സൂചന തന്നെയാണ് തിരുവോണ ദിവസം ദേവസ്വം ഭൂമിയായ മാടായിപ്പാറയിലേക്ക് നടത്തിയ ഈ പ്രകടനം കേരളത്തിന് നൽകിയിരിക്കുന്നത്. ഇവരുടെ ശരിക്കുള്ള പ്രശ്നം ഫലസ്തീനല്ല, ഫലസ്തീന്റെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ശക്തിയും ആവേശവും ആക്രോശവും ഉയർത്തി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ഒപ്പം ഈ നാടിന്റെ സമാധാനം തകർക്കുന്ന രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ഭീതി പടർത്തുകയും കലുഷിതാവസ്ഥ സൃഷ്ടിക്കുകയും സംഘർഷങ്ങൾക്ക് വിത്തുവിതയ്ക്കുകയും ചെയ്യുകയാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് യുക്തിക്ക് നിരക്കാത്ത ആരോപണങ്ങളുമായി രാജ്യത്ത് ബംഗ്ലാദേശ് മോഡൽ കലാപത്തിന് കോപ്പുകൂട്ടുമ്പോൾ അയാൾ പിന്തുണ കൊടുക്കുന്ന ഭാരതത്തിലെ ഇസ്ലാമിക മതമൗലികവാദ പ്രസ്ഥാനങ്ങൾ മറുവശത്ത് ഫലസ്തീന്റെ പേരുപയോഗിച്ച് നാട്ടിൽ കലാപത്തിന് തീ കൊളുത്താൻ ശ്രമിക്കുകയാണ് എന്നത് നാം കാണാതെ പോകരുത് എന്ന് പറഞ്ഞ് വളരെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി മാടായിപ്പാറയിൽ തിരുവോണ ദിവസം നടത്തിയത് വെറും ഒരു പ്രതിഷേധമല്ല, ഫലസ്തീൻ അനുകൂല പ്രതിഷേധമല്ല, അല്ലെങ്കിൽ ഫലസ്തീന് വേണ്ടിയുള്ള പ്രതിഷേധമല്ല, അത് ഒരു സൂചനയാണ്. നേരത്തെ ആലപ്പുഴയിൽ അരിയും കുന്തിരിക്കവും വാങ്ങി വെച്ചുകൊള്ളാൻ പറഞ്ഞ് ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകടനം നടന്നില്ലേ, അതും ഒരു സൂചനയായിരുന്നു. പക്ഷേ ആ സൂചനയ്ക്ക് വ്യക്തമായി ഉത്തരം കൊടുക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് ആ സംഘടനയെ നിയമപരമായി നിരോധിച്ചു. ഇത് ജമാഅത്തെ ഇസ്ലാമി ഇവർ തീവ്ര മത മൗലിക നിലപാടുകൾ പുലർത്തുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയിലെ സ്ത്രീകൾ അടക്കമാണ് മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിലേക്ക് കടന്നു കയറി വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. മാത്രമല്ല ഇതിനൊന്നും എതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. ശബരിമലയിൽ ശരണം വിളിച്ച് പ്രതിഷേധിച്ചതിന് അത് തെറിജപമാണെന്ന് പറഞ്ഞ് നൂറുകണക്കിന് പേർക്കെതിരെ കേസെടുത്ത സംസ്ഥാന സർക്കാർ ഇതൊന്നും കാണുന്നില്ലേ? ശരിക്കും ദേവസ്വം ഭൂമിയിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ സംസ്കാരത്തിനും ഹൈന്ദവിക ധർമ്മത്തിനും എതിരായിരുന്നു, രാജ്യത്തിന് തന്നെ എതിരായിരുന്നു. ഇത് ഒരു സൂചനയാണ്. പക്ഷേ ഈ സൂചന വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ സൂചന വലിയ ഒരു പൊട്ടിത്തെറിയായി മാറാനുള്ള, ഒരു വലിയ തീഗോളമായി ആളിക്കത്താനുള്ള സാധ്യത കൂടി ഒരു ക്രിസ്ത്യൻ സംഘടന പോലും കാണുന്നു, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കൂട്ടായ്മ പോലും കാണുന്നു. ഇവിടുത്തെ ഹൈന്ദവ കൂട്ടായ്മകൾ ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിക്കണം, പ്രതികരിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക്
മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.